ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് അമ്പലങ്ങളിൽ കിട്ടുന്ന പോലത്തെ ഒരു കൂട്ടുപായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങളുടെ വായിലിപ്പോൾ വെള്ളം വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സോ ലെറ്റ്സ് മൂവ് ടു ദ കിച്ചൺ. കൂട്ടുപായസം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമ്മൾ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന പോലുള്ള കൂട്ടുപായസമാണ്. ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഉണക്കലരിയാണ്. 1/4 കിലോ ഉണക്കലരി നന്നായിട്ട് കഴുകി എടുക്കുക. ശർക്കര 1/2 കിലോ എടുക്കുക. ഇതൊന്ന് ഒരുക്കിയെടുക്കണം. 1/2 കിലോ ശർക്കര 500 ഗ്രാം ഇത് ഒരുക്കിയെടുത്തിട്ടുണ്ട്. വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഒരുക്കിയെടുക്കാൻ. തേങ്ങ ചെറുകിയത് 100 ഗ്രാം എടുത്തിട്ടുണ്ട്, 1 മുറിയാണ്. 6 kg നെയ്യാണ്. ഒരു 2 ടീസ്പൂൺ, അതായത് 8 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് വേറെ വേണം. 4 ഗ്ലാസ് വെള്ളം, അല്പം കിസ്മിസ്, ഒരു 2 ഞാലിപ്പൂവൻ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. നമുക്ക് ആദ്യം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒന്ന് ചൂടായിക്കോട്ടെ. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇടാം. ഇതൊന്ന് ഇളക്കുക. നമുക്കൊന്നുകൂടെ ഇതൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ടൊന്ന് വെന്തോട്ട്. 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കാം. ഇളക്കി കൊടുക്കുക. അരി വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റണം. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുകയാണ്. നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി തേങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇനി അല്പം മുന്തിരിയും കൂടി ചേർക്കാം. കിസ്മിസ്. വെള്ളം വറ്റി വരുന്നുണ്ട്. അടി പിടിക്കാതെ നോക്കണം. കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം കൂടി ചേർത്തിട്ട് ഓഫ് ചെയ്യാം. ഡെക്കറേഷൻ അല്പം ചെത്തിപ്പൂവും തുളസിയൊക്കെ ഇടുന്നു. സോ നമ്മുടെ കൂട്ടുപായസം റെഡി. സോ അമ്പലത്തിൽ പോലെ ഉള്ള കൂട്ടുപായസം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് എടുക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അമ്പലത്തിലൊക്കെ കിട്ടുന്ന പോലെ തന്നെയുള്ള ടേസ്റ്റ്. അടിപൊളി. സോ നിങ്ങളും ടേസ്റ്റ് ചെയ്യണം. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റ് ചെയ്യണം. എൻജോയ്. താങ്ക് യു.